നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി, കുണ്ടറ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ചിലത് അംഗീകാരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഓരോ പദ്ധതിയും ഈ നാടിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഏതൊരു നാടിന്റെയും ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങളാണ്. കരുനാഗപ്പള്ളിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നടക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നിരവധി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കിഫ്ബി വഴി നേരത്തെ ഉണ്ടായിരുന്ന പല പ്രോജക്റ്റുകളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. പ്രധാനമായും നേരത്തെ ഉണ്ടായിരുന്ന കരുനാഗപ്പള്ളിയിലെ വിവിധ സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറിയഴീക്കൽ, ഗവൺമെൻറ് UPGS കരുനാഗപ്പള്ളി, തഴവ ഗവൺമെൻറ് AVLPS, തഴവ ഗവൺമെൻറ് ഹൈസ്കൂൾ, KS പുരം കുലശേഖരപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തുറന്നു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് യാത്രക്കാരുടെ, അത് കഴിഞ്ഞ MLAയുടെ കാലത്ത് ആരംഭിച്ച മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം, ഏതാണ്ട് 12 കോടി രൂപ ചെലവഴിച്ച മേൽപ്പാലമാണ്. അത് കേരളത്തിൽ 10 മേൽപ്പാലങ്ങളുടെ ഒരുമിച്ച് അനുവാദം ലഭിച്ചതാണ്. പക്ഷേ ആദ്യം പണി തീർക്കുവാൻ കരുനാഗപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിന് കിഫ്ബിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഇടപെടലുകളിലും താമസിച്ചു പോകുന്ന ഘട്ടങ്ങളിലൊക്കെ കൃത്യമായി റിവ്യൂ മീറ്റിംഗ് നടത്തി, ഇടപെടൽ നടത്തി, അത് സമയബന്ധിതമായി വളരെ വേഗത്തിൽ തന്നെ ആദ്യമായി പൂർത്തീകരിക്കുന്ന മേൽപ്പാലമായി മാളിയേക്കൽ മേൽപ്പാലം മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ നേരത്തെ ഉണ്ടായിരുന്നൊരു വേഗത ഇല്ല എന്നുള്ളത് ഈ അവസരത്തിൽ പറയുകയാണ്. പക്ഷെ കഴിഞ്ഞ നവംബർ മാസം കിഫ്ബി ആസ്ഥാനത്ത് കൂടിയ, ഞാൻ കൊടുത്ത MLA കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയ ഒരു റിവ്യൂ മീറ്റിങ്ങിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ, എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയപ്പോൾ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ കരുനാഗപ്പള്ളി ആശുപത്രിയുടെ വികസനം, കരുനാഗപ്പള്ളി ആശുപത്രി ആയിരക്കണക്കിന് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏക ആശ്രയം കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയാണ്. ഏതാണ്ട് 64 കോടി രൂപയാണ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വെറ്റമുക്ക് മണപ്പള്ളി റോഡ്, അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനം ഇടയ്ക്ക് വെച്ച് നിലച്ചു പോയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചു. ഏതാണ്ട് 68 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വെറ്റമുക്ക് മണപ്പള്ളി റോഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത്, വളരെ വർഷക്കാലമായി പ്രദേശത്തെ ആളുകളുടെ ഒരു കാത്തിരിപ്പായിരുന്നു ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലം. ആ ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലത്തിൻ്റെയും അനുവാദം ഈ കഴിഞ്ഞ ആഴ്ച കിഫ്ബി അനുവാദം കിട്ടി. ഏതാണ്ട് 39.53 കോടി രൂപയുടെ. ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ്. ആയിരക്കണക്കിന് യാത്രക്കാർ വർഷങ്ങളായി റെയിൽവേ ക്രോസിൽ ഹൃദയസ്തംഭനം മൂലം നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രസവങ്ങൾക്ക് ഈ ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി വഴക്കുകൾ, വണ്ടിയുടെ കുരുക്ക് കാരണം നിരവധി അപകടങ്ങൾ. ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ഒരു വലിയ പുതിയകാവ് ചക്കോളി റോഡിലെ ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലം, അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തതിൻ്റെ പേരിൽ കൃത്യമായും കിഫ്ബി ആസ്ഥാനത്ത് നടന്ന റിവ്യൂ മീറ്റിങ്ങിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ വേഗത വരികയും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിന് അനുവാദം കിട്ടിയെന്നുള്ള സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. 2 ആഴ്ചക്കകം
അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാട്ടിക്കടവ് പാലത്തിനും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എസ്റ്റിമേറ്റ് എടുത്ത തുക 20 കോടിയായിരുന്നു. പക്ഷെ ദേശീയ ജലപാത വരുന്നതോടുകൂടി വലിയ യാനങ്ങൾക്ക് കൂടി പോകാൻ പറ്റുന്ന തരത്തിൽ പാലത്തിൻ്റെ ഉയരം കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തുകയിൽ വർധനവ് വന്നു. പിന്നീട് പുതുക്കിയ എസ്റ്റിമേറ്റ് 44 കോടി രൂപ പുതുക്കിയ എസ്റ്റിമേറ്റും പ്രകാരം ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷേ 44 കോടി രൂപയുടെ അനുവാദം കിഫ്ബി 2 ദിവസത്തിന് മുമ്പ് ലഭിച്ചു. ഇനിയിപ്പോൾ അതും ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി തീരാനുള്ളത് വളരെ കാലതാമസമായി വന്നിരിക്കുന്ന ഒരു പദ്ധതി, ഒരു പ്രവർത്തനം ഗവൺമെൻറ് കോളേജിൻ്റെയാണ്. അതിൻ്റെയും പ്രവർത്തനം നടന്നു വരികയാണ്. അതുകൂടി വേഗത്തിലായാൽ, ഇപ്പോൾ ഒരു താൽക്കാലികമായ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് കുട്ടികൾ ഏറെ ദുരിതത്തിൽ പഠിക്കുന്നത്, ഗവൺമെൻറ് കോളേജാണ്. അതിൻ്റെ കൂടി ഒരു വേഗത വർദ്ധിച്ചാൽ അതും ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കും. കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ച് ഈ സർക്കാർ വന്നതിന് ശേഷം പുതിയ പദ്ധതികൾ, മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കുവാനും വേഗത്തിലാക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായ സന്തോഷം തരുന്ന കാര്യമാണ്. ഇതിനുവേണ്ടി കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർ, ഡിപ്പാർട്ട്മെൻറ്റിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാർ, വകുപ്പ് മേധാവികൾ, മന്ത്രിമാർ എല്ലാവരുടെയും സഹായം ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടുന്നതാണ്. കരുനാഗപ്പള്ളിയിൽ ഇനിയിപ്പോൾ നമ്മളുടെ ഫോളോ അപ്പിൻ്റെ അഭാവം മൂലം, ഇടപെടൽ മൂലം മുടങ്ങിയതായി കിടക്കുന്ന ഒരു പദ്ധതിയുമില്ല. സ്വാഭാവികമായി വരുന്ന കാലതാമസങ്ങളല്ലാതെ അതിനപ്പുറത്ത് മനഃപൂർവമായ ഒരു താമസവും ഇല്ല. ഈ പദ്ധതികളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചാൽ നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിയോജക മണ്ഡലത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും എന്ന് വിശ്വസിക്കുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മുഖേന നടപ്പിലാക്കുന്ന കൊല്ലം ക്ലസ്റ്റർ 4 പദ്ധതിക്ക് ഏകദേശം 16 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 8 കോടിയിലധികം രൂപ ഇതിനകം കൈമാറിക്കഴിഞ്ഞു. ഈ പദ്ധതിയിലൂടെ ഈ മേഖലയിലെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതുപോലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്ന കൊല്ലം ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതിക്കായി 39 കോടിയിലധികം രൂപ അനുവദിച്ചു. ഇതിൽ 33 കോടിയിലധികം രൂപ ചെലവഴിച്ചു കഴിഞ്ഞുവെന്നത് പദ്ധതിയുടെ പുരോഗതി വ്യക്തമാക്കുന്നു. ഇത് സ്കൂളുകളെ ഹൈടെക് ആക്കുന്നതിനും മറ്റ് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയാണ്. ഇതുകൂടാതെ കിലയുടെ നേതൃത്വത്തിൽ കൊല്ലം ക്ലസ്റ്റർ 1-ന് 19 കോടി രൂപയും കൈറ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം ക്ലസ്റ്റർ 2 ഫേസ് 1, തിരുവനന്തപുരം കൊല്ലം ക്ലസ്റ്റർ ഫേസ് 1 എന്നിവയ്ക്ക് 9 കോടി രൂപ വീതവും അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം കാര്യമായ തുക ഇതിനകം നൽകി കഴിഞ്ഞു. ഇവയെല്ലാം ചേർന്ന് കരുനാഗപ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റുകയാണ്. കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്നതാണ് പ്രധാനം. വിദ്യാഭ്യാസ രംഗത്തും കരുനാഗപ്പള്ളിക്ക് നേട്ടങ്ങളുണ്ട്. തഴവ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിറ്റ്കോ ലിമിറ്റഡ് മുഖേന ഏകദേശം 18.8 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് തഴവ കോളേജിന്റെ അക്കാദമിക് നിലവാരം ഉയർത്താനും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെ പഠിക്കാനും അവസരമൊരുക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ മുന്നേറ്റം കരുനാഗപ്പള്ളിയുടെ ഭാവിക്ക് മുതൽക്കൂട്ടാകും. ആരോഗ്യമാണ് സമ്പത്ത്. കരുനാഗപ്പള്ളിയിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന സംസ്ഥാനത്തുടനീളം ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമായി കരുനാഗപ്പള്ളിക്കും അതിന്റെ പ്രയോജനം ലഭിക്കും. 50 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതിയിൽ 36 കോടിയോളം രൂപ ഇതിനകം കൈമാറിയിട്ടുണ്ട്. വൃക്ക രോഗികൾക്ക് ആശ്വാസമാകുന്ന ഈ പദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ്.
കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി ഏകദേശം 65 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിനകം 40 കോടിയിലധികം രൂപ കൈമാറിക്കഴിഞ്ഞു. ഇത് ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സഹായിക്കും. സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായ താലൂക്ക് ആശുപത്രിയുടെ ഈ വികസനം കരുനാഗപ്പള്ളിക്ക് വലിയ അനുഗ്രഹമാണ്. കോവിഡ് പോലുള്ള പകർച്ചവ്യാധികൾ നേരിടാൻ സംസ്ഥാനം നടത്തിയ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന ബൃഹത്തായ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. KMSCL മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി 236 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതിൽ 106 കോടിയിലധികം രൂപ ഇതിനകം നൽകി കഴിഞ്ഞു. ഇതിന്റെ പ്രയോജനവും കരുനാഗപ്പള്ളിക്ക് ലഭിക്കും. അതേസമയം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്കായി മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുന്നതിനുള്ള പദ്ധതി ഇപ്പോൾ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഇത് മൂല്യനിർണ്ണയ ഘട്ടത്തിലാണ്. ഇതുകൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. ഇനി നമുക്ക് കരുനാഗപ്പള്ളിയുടെ ജീവനാഡിയായ ഗതാഗത സൗകര്യങ്ങളിലേക്ക് വരാം. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ റോഡുകളും പാലങ്ങളും നവീകരിക്കുന്നതിനും പുതിയവ നിർമ്മിക്കുന്നതിനുമായി നിരവധി വലിയ പദ്ധതികളാണ് നടക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന നടപ്പിലാക്കുന്ന വെട്ടമുക്ക് മുതൽ താമരക്കുളം വരെയുള്ള പ്രധാന പാതയുടെ വികസനത്തിനായി 68 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 42 കോടിയിലധികം രൂപ കൈമാറി. പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഈ റോഡ് നവീകരണം കരുനാഗപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഗതാഗതം സുഗമമാക്കും. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ തീരദേശ ഹൈവേയുടെ ഭാഗമായി ഇടപ്പള്ളിക്കോട്ട മുതൽ അഴീക്കൽ വരെയുള്ള 26 കിലോമീറ്റർ ഭാഗം കരുനാഗപ്പള്ളിയിലൂടെയാണ് കടന്നുപോകുന്നത്. 122 കോടിയിലധികം രൂപയുടെ ഈ വലിയ പദ്ധതി KRFB ആണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. ഈ ഹൈവേ പൂർത്തിയാകുന്നതോടെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിനും ടൂറിസം സാധ്യതകൾക്കും വലിയ ഉത്തേജനമാകും. റെയിൽവേ ക്രോസുകളിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചു. 12 കോടി രൂപയുടെ ഈ പദ്ധതി പൂർണ്ണമായി തുക കൈമാറി. ഇപ്പോൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുണ്ട്. സമാനമായ രീതിയിൽ പുതിയകാവ് ചക്കുപള്ളി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണവും RBDCKയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. 39.5 കോടി രൂപയുടെ പദ്ധതിയിൽ 10 കോടിയിലധികം രൂപ നൽകി കഴിഞ്ഞു. ഇതും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സഹായിക്കും. TS കനാലിന് കുറുകെ കാട്ടിൽ കടവിൽ പുതിയ പാലം നിർമ്മിക്കുന്ന പദ്ധതിയും അംഗീകരിച്ചു. KRFB മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് 44.8 കോടി രൂപയാണ് മതിപ്പ് തുക. 1.8 കോടി രൂപയോളം ഇതിനകം കൈമാറിയിട്ടുണ്ട്. ഇത് ഇരുകരകളെയും ബന്ധിപ്പിച്ച് യാത്ര സുഗമമാക്കും. കരുനാഗപ്പള്ളി നിവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് കരുനാഗപ്പള്ളി ബൈപ്പാസ് റോഡിന്റെ മെച്ചപ്പെടുത്തൽ. KRFBയുടെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതി ഇപ്പോൾ അനുമതിക്കായി മൂല്യനിർണ്ണയ ഘട്ടത്തിലാണ്. ഇത് യാഥാർത്ഥ്യമായാൽ ടൗണിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകും. കരുനാഗപ്പള്ളി ഒരു തീരദേശ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫിഷറീസ് വകുപ്പിന്റെയും ജലവിഭവ വകുപ്പിന്റെയും പദ്ധതികൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന ഫിഷറീസ് വകുപ്പ് 2 പ്രധാന പദ്ധതികൾ നടപ്പിലാക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 7.4 കോടി രൂപയും മത്സ്യവിപണന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 20 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ 2 പദ്ധതികളും കാര്യമായ തുക ഇതിനകം നൽകി കഴിഞ്ഞു. ഇത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനത്തിന് സഹായമാകും. കടലാക്രമണ ഭീഷണി നേരിടുന്ന ആലപ്പാട് പഞ്ചായത്തിലെ തകർന്ന കടൽ ഭിത്തി ടെട്രാപോഡുകൾ ഉപയോഗിച്ച് പുനർനിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും പരിഗണനയിലുണ്ട്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർവഹണ ഏജൻസി. ഈ പദ്ധതി ഇപ്പോൾ മൂല്യനിർണ്ണയ ഘട്ടത്തിലാണ്. തീരസംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ ഈ പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇവ കൂടാതെ ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പിന് കീഴിലും ഒരു പ്രധാന പദ്ധതിയുണ്ട്. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ മുഖേന നടപ്പിലാക്കുന്ന വീടിനടുത്ത് ജോലിക്ക് നൈപുണ്യ വികസന സംവിധാനം എന്ന പദ്ധതിക്ക് 27.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാന വ്യാപകമായ പദ്ധതിയാണെങ്കിലും കരുനാഗപ്പള്ളിയിലെ യുവജനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നൈപുണ്യ വികസനത്തിനും ഇത് ഊർജം നൽകും. നമ്മൾ ഈ കണ്ട പദ്ധതികളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് വിവിധ സർക്കാർ വകുപ്പുകളും കിഫ്ബിയും ചേർന്ന് നടപ്പിലാക്കുന്നത്.
വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, തീരദേശ വികസനം, നൈപുണ്യ വികസനം തുടങ്ങി സമസ്ത മേഖലകളിലും ഈ മുന്നേറ്റം ദൃശ്യമാണ്. നൂറുകണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് അംഗീകാരം ലഭിച്ച് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ളത്. പല പദ്ധതികളും അനുവദിച്ച തുകയുടെ വലിയൊരു ഭാഗം ഇതിനകം കൈമാറിക്കഴിഞ്ഞു എന്നത് അവയുടെ വേഗത്തിലുള്ള പുരോഗതിയെ സൂചിപ്പിക്കുന്നു. മാളിയേക്കൽ മേൽപ്പാലം പോലുള്ളവ പൂർത്തിയായ പദ്ധതികൾ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം നൽകി തുടങ്ങി. തീർച്ചയായും ചില പ്രധാന പദ്ധതികൾ ഇനിയും അനുമതിക്കായി കാത്തിരിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്ന പദ്ധതി, കരുനാഗപ്പള്ളി ബൈപ്പാസ് മെച്ചപ്പെടുത്തൽ, ആലപ്പാട്ടെ കടൽ ഭിത്തി പുനർനിർമ്മാണം എന്നിവ അതിൽ പ്രധാനപ്പെട്ടതാണ്. ഇവയെല്ലാം ഇപ്പോൾ മൂല്യനിർണ്ണയ ഘട്ടത്തിലാണുള്ളത്. ഈ പദ്ധതികൾക്ക് കൂടി വേഗത്തിൽ അംഗീകാരം ലഭിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്താൽ കരുനാഗപ്പള്ളിയുടെ വികസന കുതിപ്പിന് അത് കൂടുതൽ വേഗത നൽകും. ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും വലിയ മാറ്റങ്ങളാകും വരാൻ പോകുന്നത്. മികച്ച റോഡുകൾ, പാലങ്ങൾ, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്കൂളുകൾ, ആശുപത്രികൾ, തീരദേശ സംരക്ഷണം, മെച്ചപ്പെട്ട മത്സ്യബന്ധന വിപണന സൗകര്യങ്ങൾ, പുതിയ തൊഴിലവസരങ്ങൾ ഇതെല്ലാം കരുനാഗപ്പള്ളിയുടെ ശോഭനമായ ഭാവിയുടെ സൂചനകളാണ്. കൊല്ലം ജില്ലയിലെ വ്യവസായ പാരമ്പര്യമുള്ള ചരിത്രമുറങ്ങുന്ന ഒരു നിയോജക മണ്ഡലമാണ് കുണ്ടറ. സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് കുണ്ടറ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കുണ്ടറ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി വഴി നടക്കുന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ ഒന്ന് കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ 35 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ബഹുനില ആശുപത്രി മന്ദിരമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രവർത്തിക്കാൻ സൗകര്യമായ രൂപത്തിലുള്ള ആധുനികമായ ആശുപത്രി സൗകര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ ചിറ്റുമല, കുണ്ടറ ചിറ്റുമല റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി. അതിൻ്റെ BM ലേ ചെയ്ത് കഴിഞ്ഞു. ഇനി BC ലേ ചെയ്യാനുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. അതുപോലെ തന്നെ പൂർത്തിയായിട്ടുള്ള സ്കൂളുകളായിട്ടുള്ള ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് KGV UPS, പഴങ്ങാലം ഗവൺമെൻറ് UPS, മീനാക്ഷി വിലാസം സ്കൂള്, ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നെടുമ്പന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അവിടെ ഒരു ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഗവൺമെൻറ് ITIയിൽ ചന്ദനത്തോപ്പിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അനുബന്ധമായ ചില പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. അത് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അതുകൂടെ പരിഹരിച്ച് ആ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ പിന്തുണ നിയോജകമണ്ഡലം വികസന പ്രവർത്തനങ്ങൾക്ക് സഹായകരമാണ്. ഇപ്പോൾ കണ്ണനല്ലൂർ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. അതിൻ്റെ DPR പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റേജിലാണ്. തീർച്ചയായും ഇപ്പോൾ ആശുപത്രി, വിദ്യാലയങ്ങൾ, റോഡ് അടക്കമുള്ള അടിസ്ഥാന ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഇവയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കിഫ്ബിയുടെ പിന്തുണ വലിയ തോതിൽ നമുക്ക് സഹായകരമാകുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് കുണ്ടറയുടെ ഭാവിക്കായി ഇവിടെ എത്തുന്നത്. കുണ്ടറയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതികളെ നമുക്ക് വിശദമായി പരിചയപ്പെടാം. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നാടിന്റെ സമ്പത്ത്. കുണ്ടറയിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റുന്നതിനായി 35 കോടിയിലധികം രൂപയുടെ ബൃഹത്തായ പദ്ധതിയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അനുവദിച്ച തുകയിൽ 26 കോടിയിലധികം രൂപ ഇതിനകം കൈമാറിക്കഴിഞ്ഞു എന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്നതിന്റെ സൂചനയാണ്. പുതിയ കെട്ടിടങ്ങൾ, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായി യാഥാർത്ഥ്യമാകും. സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായ താലൂക്ക് ആശുപത്രിയുടെ ഈ നവീകരണം കുണ്ടറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ആശുപത്രി കെട്ടിടം
മാത്രം നവീകരിച്ചാൽ പോരല്ലോ. അവിടെ ആവശ്യമായ മികച്ച ഉപകരണങ്ങളും സൗകര്യങ്ങളും വേണം. അതിനായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന കുണ്ടറ താലൂക്ക് ആശുപത്രിക്കായി ഏകദേശം 3 കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങാൻ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനുള്ള തുക ഉടൻ ലഭ്യമാക്കുമായിരിക്കും. ഇതോടെ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന പകർച്ചവ്യാധികളെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ പ്രയോജനം കുണ്ടറയ്ക്കും ലഭിക്കും. 236 കോടി രൂപയുടെ ഈ വലിയ പദ്ധതിയിൽ 106 കോടിയിലധികം രൂപ KMSCL ഇതിനകം കൈമാറിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. വിദ്യാഭ്യാസ രംഗത്തും കുണ്ടറയ്ക്ക് മുന്നേറ്റത്തിന്റെ പാതയൊരുങ്ങുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മുഖേന കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ സ്കൂളുകൾക്കായി നടപ്പിലാക്കുന്ന ക്ലസ്റ്റർ 5 പദ്ധതിയുടെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾ കുണ്ടറയിലെ സ്കൂളുകൾക്കും പ്രയോജനപ്പെടും. 14 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതിയിൽ 4.4 കോടി രൂപയോളം ഇതിനകം നൽകി കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിലെയും ഒരു സ്കൂൾ വീതം നവീകരിക്കുന്ന പദ്ധതിക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ മുഖേന കൊല്ലം ജില്ലയിലെ സ്കൂളുകൾക്കായി 15 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിൽ 14.5 കോടിയിലധികം രൂപ, അതായത് ഏതാണ്ട് മുഴുവൻ തുകയും കൈമാറി കഴിഞ്ഞു. കുണ്ടറ മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിനും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു എന്നത് ഉറപ്പാണ്. ഇത് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമിട്ട് കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ പ്രയോജനം കുണ്ടറയിലെ തീരദേശ മേഖലകളോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ലഭിക്കും. 2 ഘട്ടങ്ങളിലായി വലിയൊരു തുക ഇതിനകം കൈമാറിയിട്ടുണ്ട്. യുവജനങ്ങൾക്ക് മികച്ച തൊഴിൽ പരിശീലനം നൽകുന്നതിനും കുണ്ടറയിൽ പദ്ധതികളുണ്ട്. തൊഴിൽ നൈപുണ്യ വികസന വകുപ്പിന് കീഴിൽ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് ചന്ദനത്തോപ്പ് ITI അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. തിരുവനന്തപുരം, ധനുവച്ചപുരം ITIയും ഉൾപ്പെടുന്ന ഈ പദ്ധതിക്കായി 16.6 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 15.5 കോടിയിലധികം രൂപ കൈമാറി കഴിഞ്ഞു. ഇത് കുണ്ടറയിലെയും സമീപ പ്രദേശങ്ങളിലെയും യുവതീ-യുവാക്കൾക്ക് ആധുനിക ട്രെൻഡുകളിൽ മികച്ച പരിശീലനം നേടാനും അതുവഴി മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കും. ഇനി നമുക്ക് കുണ്ടറയുടെ ധമനികളായ റോഡുകളിലേക്കും പാലങ്ങളിലേക്കും വരാം. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കുണ്ടറയെ സമീപ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ പ്രധാന പാതയുടെ നവീകരണത്തിനായി കേരള റോഡ് ഫണ്ട് ബോർഡ് 32 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 14.8 കോടി രൂപയോളം കൈമാറി. പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. മൺട്രോ തുരുത്ത് പോലുള്ള വിനോദസഞ്ചാര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കാനും ഈ റോഡ് നവീകരണം സഹായിക്കും. കുണ്ടറയുടെ സമീപ പ്രദേശമായ ഉദയനല്ലൂർ മുതൽ കരിക്കോട് വരെയുള്ള മറ്റൊരു പ്രധാന പാതയുടെ വികസനത്തിനും KRFB അംഗീകാരം നൽകി. 37 കോടി രൂപയുടെ ഈ പദ്ധതിയിൽ 26.7 കോടിയിലധികം രൂപ നൽകി കഴിഞ്ഞു. ഇത് ഈ മേഖലയിലെ ഗതാഗതം സുഗമമാക്കുകയും വാണിജ്യപരമായ മുന്നേറ്റത്തിന് സഹായിക്കുകയും ചെയ്യും. കുണ്ടറയുടെ അയൽപക്കത്തുള്ള കൊല്ലം നഗരത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിലൊന്നുമായ കണ്ണനല്ലൂർ ജംഗ്ഷനിൽ വികസനത്തിനായി 33.4 കോടി രൂപ അനുവദിച്ചു. ഈ തുക പൂർണ്ണമായും കൈമാറി കഴിഞ്ഞുവെന്നത് പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇത് കുണ്ടറയിൽ നിന്നുള്ള യാത്രക്കാർക്കും വളരെയധികം പ്രയോജനകരമാകും. ഗതാഗതക്കുരുക്കിന് വലിയ ആശ്വാസമാകും. കുണ്ടറ നിവാസികൾ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഒന്നാണ് പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലം. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് 27 കോടിയിലധികം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്.
ഇതിനായുള്ള തുടർ നടപടികൾ പുരോഗമിക്കുന്നു. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കുണ്ടറ ടൗണിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകും. നെടുമൺകാവ് പുഴയ്ക്ക് കുറുകെ എളവൂരിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനും KRFB 9.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് ഇരു കരകളുമുള്ള ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കും. കുണ്ടറ മണ്ഡലത്തിലെ മുളവന പെരയം NSS കോളേജ് റോഡ് മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. KRFBയുടെ ഈ പദ്ധതി ഇപ്പോൾ അനുമതിക്കായി മൂല്യനിർണ്ണയ ഘട്ടത്തിലാണ്. ഇത് യാഥാർത്ഥ്യമായാൽ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രയോജനകരമാകും. കുടിവെള്ളം അടിസ്ഥാന ആവശ്യമാണ്. ജലവിഭവ വകുപ്പും കുണ്ടറയിൽ പ്രധാന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റി കൊല്ലം പബ്ലിക് ഹെൽത്ത് സർക്കിളിന് കീഴിലുള്ള പഴയതും ദ്രവിച്ചതുമായ പ്രധാന കുടിവെള്ള വിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള വലിയ പദ്ധതി നടപ്പിലാക്കുകയാണ്. 37 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതിയിൽ 18.5 കോടിയിലധികം രൂപ ഇതിനകം നൽകി കഴിഞ്ഞു. കുണ്ടറ ഉൾപ്പെടുന്ന ഈ സർക്കിളിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാനും ജലനഷ്ടം ഒഴിവാക്കാനും ഇത് സഹായിക്കും. മത്സ്യബന്ധന മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പദ്ധതികളുണ്ട്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേന 3 ജില്ലകളിലായി നടപ്പിലാക്കുന്ന മത്സ്യ വിപണന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയുടെ പ്രയോജനം കൊല്ലം ജില്ലയുടെ ഭാഗമായ കുണ്ടറയിലെ മത്സ്യവിപണന മേഖലയ്ക്കും ലഭിക്കും. 6.4 കോടി രൂപയുടെ ഈ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാനും വിപണനം എളുപ്പമാക്കാനും സഹായിക്കും. നൈപുണ്യ വികസനത്തിനും പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഊന്നൽ നൽകുന്ന പദ്ധതിയും ശ്രദ്ധേയമാണ്. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വീട്ടിനടുത്ത് ജോലി നേടാൻ സഹായിക്കുന്ന നൈപുണ്യ വികസന പദ്ധതിക്ക് 27.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കുണ്ടറയിലെ യുവജനങ്ങൾക്കും ഈ പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് അനുയോജ്യമായ നൈപുണ്യം നേടാൻ ഇത് വഴിയൊരുക്കും. നമ്മളിപ്പോൾ കണ്ട ഈ പദ്ധതികളെല്ലാം കുണ്ടറ നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, കുടിവെള്ളം, തൊഴിൽ പരിശീലനം, മത്സ്യബന്ധനം, നൈപുണ്യ വികസനം തുടങ്ങി ഒരു നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ മേഖലകളിലും ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഒന്നുകിൽ പൂർത്തിയായി വരുന്നത് അല്ലെങ്കിൽ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ളത്. പല പദ്ധതികളും അനുവദിച്ച തുകയുടെ വലിയൊരു ഭാഗം ഇതിനകം കൈമാറിയത് പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോകുന്നു എന്നതിന്റെ തെളിവാണ്. കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ നവീകരണം, ചന്ദനത്തോപ്പ് ITIയുടെ ഉയർച്ച, പ്രധാന റോഡുകളുടെ വികസനം എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലം, മുളവന പേരയം റോഡ് നവീകരണം തുടങ്ങിയ ചില പ്രധാന ആവശ്യങ്ങൾക്കുള്ള പദ്ധതികൾ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇവ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ കുണ്ടറയുടെ വികസന ചിത്രത്തിന് കൂടുതൽ പൂർണ്ണത കൈവരും. ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുമ്പോൾ കുണ്ടറയുടെ മുഖച്ഛായ മാറുമെന്നതിൽ സംശയമില്ല. മെച്ചപ്പെട്ട റോഡുകളും പാലങ്ങളും ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രിയും സ്കൂളുകളും ITIയും കാര്യക്ഷമമായ കുടിവെള്ള വിതരണവും പുതിയ തൊഴിലവസരങ്ങളും നൈപുണ്യവും ഇതെല്ലാം കുണ്ടറയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും, നാടിന് പുതിയൊരു ഉണർവ് നൽകും. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.